13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാജകുമാരിയുടെ ആത്മാവ് അലയുന്ന ഒരു ചർച്ച് കണ്ടാലോ. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചിൻ്റെ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 250 വർഷത്തിൻ്റെ മേലെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചിലൊന്നാണിത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്കാണ് പോകുന്നത്. ആയിരത്തി 299 മൈസൂർ ക്യാപിറ്റൽ ശ്രീരംഗപട്ടണത്തിൽ നിന്നും മൈസൂരിലേക്ക് മാറ്റിയപ്പോൾ അവിടെ കുറേ ബ്രിട്ടീഷ് പട്ടാളക്കാർ വരികയും അവർക്കൊരു ചർച്ചിൻ്റെ ആവശ്യം ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ ചർച്ച് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പം ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു ചർച്ച് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് നമ്മുടെ കൃഷ്ണരാജ ഉടയൻ മൂന്നാമനാണ്. ഇദ്ദേഹത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇവിടെ ഒരു ചർച്ച് ഇങ്ങനെ വന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ ഉൾഭാഗത്ത് എന്ന് പറഞ്ഞത്. നല്ല അടിപൊളി ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ. ഇത് എല്ലാ ദിവസങ്ങളിലും നല്ല ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പോയ ദിവസവും നല്ല തിരക്കായിരുന്നു. നമുക്കിതിൻ്റെ എല്ലാ സൈഡിലും കയറി കാണാനൊക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു. സെൻറ്റ് ഫിലോമിന രാജകുമാരിയെ ശിരസ് ഭേദിച്ചുകൊണ്ടാണ് വധിച്ചത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ രാജകുമാരിക്ക് ഒരു ഭർത്താവിൻ്റെ മണവാട്ടിയാവാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം. എന്നാൽ അച്ഛൻ വേറൊരു കല്യാണം ആലോചിക്കുകയും അതിന് വിസമ്മതിച്ചതോടെ ആ കല്യാണം ആലോചിച്ച രാജകുമാരനാണ് നമ്മുടെ ഈ സെൻറ്റ് ഫിലോമിനയെ ശിരസ് ഭേദിച്ച് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയതിന് ശേഷം 3 ജാറുകളിലാക്കി അവരുടെ രക്തം സൂക്ഷിക്കുകയുണ്ടായി. അതിൽ 3 ചർച്ചുകളിലാണ് ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2 മിസ്സായി. ഒന്നിപ്പം നമ്മുടെ ഈ ഇന്ത്യയിലുള്ള സെൻറ്റ് ഫിലോമിന ചർച്ചിലാണുള്ളത്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നേരിട്ട് കണ്ട് ബോധ്യമാകുന്നൊരു കാര്യം കൂടെയാണ്. നമുക്കെല്ലാവർക്കും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ 13 വയസ്സുള്ള സെൻറ്റ് ഫിലോമിനെ വധിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത് അതുപോലുള്ളൊരു ശില്പം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാം. ഈ കിടക്കുന്നതാണ് സെൻറ്റ് ഫിലോമിന. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസങ്ങളും വരുന്നുണ്ട്. അവർ പറയുന്ന എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവിടെ പോയി കാണാൻ പറ്റുന്നതാണ്. ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചൊരു രീതി എന്ന് പറഞ്ഞാൽ നിയോ ഗോട്ടിഷ് സ്റ്റൈലാണ്. ഈ തരത്തിൽ നിർമ്മിച്ച 3 പള്ളികളാണുള്ളത്. ഒന്ന് ജർമ്മനിയിലും, ഒന്ന് ന്യൂയോർക്ക്, പിന്നെ ഒന്ന് നിലവിലുള്ളത് നമ്മുടെ ഇന്ത്യയിലുമാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരത്തിലുള്ള രീതിയിലായിരുന്നില്ല ഈ പള്ളി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മാറ്റം വരുത്തി ഒരു റിനോവേഷൻ നടത്തിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷം ആവുന്നേ ഉള്ളൂ. ഒരു പഴമയുടെ രീതി തന്നെയായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ യാത്രക്കാരൊക്കെ വരുന്നതുകൊണ്ട് അവർക്കുള്ള ക്രമീകരണത്തിന് വേണ്ടി കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ചർച്ച് സന്ദർശിച്ചിട്ടില്ലെങ്കിൽ മൈസൂർ വരുന്ന സമയത്ത് അടുത്ത തവണ എന്തായാലും നിർബന്ധമായും നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു പ്ലേസ് കൂടെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സെൻറ്റ് ഫിലോമിന ചർച്ച് കൂടെ സന്ദർശിക്കുക.
ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.